Welcome to Love Park. നമ്മൾ നിൽക്കുന്നത് Welcome to the city of brotherly love, Philadelphia, Pennsylvania. അപ്പോൾ നമ്മുടെ എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും വലിയൊരു നമസ്കാരം. ദ വണ്ടർലെസ് കപ്പിളിൻ്റെ മറ്റൊരു യാത്രാ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു യാത്രയുടെ അനുഭവമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് അമേരിക്കയിലെ പെൻസിൽവാനിയ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഫിലദൽഫിയ എന്ന് പറയുന്ന ടൗണിലാണ്. ഒത്തിരി മഴയും കൂടെ പെയ്ത കാരണം ഒരു രക്ഷയില്ലാത്ത തണുപ്പ് എന്ന് പറഞ്ഞാൽ കട്ട തണുപ്പാണ്. ഇപ്പോൾ നമ്മൾ ഈ ഡൗൺ ടൗണ് ഫിലദൽഫിയ ഡൗൺ ടൗണിൽ കൂടെ ഉള്ള നടപ്പാണ്. കുറച്ച് എന്താ പറയുക, കുറച്ച് നേരം നടന്നു ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള പരിപാടിയാണ്. മനോഹരങ്ങളായ ഒരുപാട് ബിൽഡിങ്ങുകളും അതേപോലെ പ്രത്യേകിച്ച് ഇവരുടെ എന്താ പറയുക, ഈ രാജ്യത്തിൻ്റെ ഒരു അടിസ്ഥാനമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡൗൺ ടൗണിലാണ്. പ്രത്യേകിച്ച് ജോർജ് വാഷിങ്ടണിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നടന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയാണ്. ഈ ടൗണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇവിടുത്തെ സിറ്റി ഹാള്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. അത് വില്യം പെൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ പെൻസിൽവാനിയ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. സോ അദ്ദേഹത്തോടുള്ള ആദരവ് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ സിറ്റി ഹാളിൻ്റെ ടോപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ വെച്ചിരിക്കുന്നത്. വളരെ എന്താ പറയുക, ഒരുപാട് ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ബിൽഡിംഗ് ആണ് ഇതിൻ്റെ ഈ സറൗണ്ടിങ്ങിൽ മുഴുവൻ. അപ്പോൾ നമ്മളിതൊക്കെ ഇന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ശരിക്കും ഈ സിറ്റി ഹാളിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ബിൽഡിംഗ് ഇവർ പണിതിരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ പുറകുവശത്ത് കൂടെയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തേക്ക് ഇവരിവിടെ ടൂർ അനുവദിക്കുമായിരുന്നു. മായിട്ടും ഗ്രാനൈറ്റുകൾ കൊണ്ടാണ്. ഒരു രക്ഷയില്ലാത്തൊരു അടാറ് സെറ്റപ്പാണ്. 14.5 ഏക്കറിലാണ് ഈ സിറ്റി ഹാൾ നിൽക്കുന്നത്. ഇന്ന് അമേരിക്ക രാജ്യത്തെ ഏറ്റവും വലിയ മുനിസിപ്പൽ ഹാളാണ് ഈ ഫിലദൽഫിയ ഡൗൺ ടൗണിലെ ഈ മുനിസിപ്പൽ ഹാള്. കംപ്ലീറ്റ് ഇതിൻ്റെ ഒരു നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ടൗണിൻ്റെ ബിൽഡിങ്ങുകളുടെ ഡിസൈനിങ് ഒരു രക്ഷയില്ല കേട്ടോ. വളരെ എന്താ പറയുക, ആർക്കിടെക്ചറിൻ്റെ ഒരു മാസ്മരികത തന്നെ നമുക്കിവിടെ ഈ ഫിലദൽഫിയ ഡൗൺ ടൗണിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൗൺ വളരെ ഫേമസ് ആണ്. ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഒത്തിരി വർഷങ്ങൾ, 100 വർഷമൊക്കെ പഴക്കമുള്ള ബിൽഡിങ്ങുകൾ വരെ ഈ ടൗണിലുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, ലോകത്ത് മലയാളികളില്ലാത്ത സ്ഥലമില്ലാന്ന്. അതേപോലെ വേറെ സംഭവമുണ്ട്. ലോകത്ത് ഇപ്പോൾ ചൈനക്കാരും അവരുടെ കടകളും റെസ്റ്റോറൻറ്റും ഒക്കെ ഇല്ലാത്ത നാടുമില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഡൗൺ ടൗണിൽ ഒരു സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. അത് ഇവിടുത്തെ ചൈന ടൗണാണ്. കംപ്ലീറ്റ് ഏഷ്യൻ സ്റ്റോറുകൾ, റെസ്റ്റോറൻറ്റുകൾ,
അതേപോലെ ഗ്രോസറി സ്റ്റോറുകൾ അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പായിട്ടുള്ളൊരു വലിയൊരു ചൈന ടൗണാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചൈന ടൗണിലെ കാഴ്ചകളൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് കയറി കാണാം. ഈ ചൈന ടൗണിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടുന്ന് അങ്ങോട്ട് കാണാം നമുക്ക് കംപ്ലീറ്റ് ചൈനീസ് ബോർഡുകളും സംഭവങ്ങളും സെറ്റപ്പുകളൊക്കെയാണ്. ഇനി ഭക്ഷണം കഴിച്ചിട്ടുള്ള പരിപാടിയുള്ള നമ്മളിപ്പോൾ ഈ ചൈന ടൗണിൽ വന്നപ്പോൾ ഇവിടെ നിന്ന് തന്നെ കയറി ഭക്ഷണം കഴിക്കാന്നുള്ള പരിപാടിയാണ്. ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഒരു രക്ഷയിലാണ്. സ്പൈസി സാധനമാണ് ഇത്. സ്പൈസി ഡൈസ്ഡ് ചില്ലി ചിക്കനാണ്. ഒരു രക്ഷയില്ല. പിന്നെ കുറച്ച് ഡംപ്ലിങ്സ് ഉണ്ട്. അത് പിന്നെ വൈറ്റ് റൈസ്. എത്രയാണ് സാധനങ്ങൾ. അപ്പോൾ നമ്മളിതിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ. പുറത്ത് തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു -10-12 തണുപ്പ്. അത് കാരണം നമ്മൾ നല്ല എരിവിൽ തന്നെ പിടച്ചിട്ടുണ്ട്. പക്ക എരിവെന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ലേ മുളകിൻ്റെ ഒരു കൂമ്പാരം തന്നെയാണ്. പാമ്പിനത്തിന് നാട്ടിൽ ചെന്ന് നടുക്കഷ്ണമാണ്. ചോറ് കഴിക്കാൻ വരെ ഇവർ ചോപ്പ് സ്റ്റിക്കാണ്. അപ്പോൾ ഇതിലിങ്ങനെ എടുക്കുക, കൊണ്ടുവരിക. അടിപൊളി ഫുഡായിരുന്നു. ഒരുപാട് എക്സ്പെൻസ് ഒന്നുമല്ല. നമ്മൾ മേടിച്ച ഭക്ഷണത്തിന് ഏകദേശം $14. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നല്ല സെറ്റപ്പ് ഭക്ഷണമായിരുന്നു. അങ്ങനെ എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. മലപ്പുറം കത്തി, അമ്പും വില്ലും, അങ്ങനെ പവനായി ശവമായി. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങി. നല്ല ഫുഡായിരുന്നു കേട്ടോ. സംഭവം ടേസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റപ്പായിരുന്നു. പിന്നെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഓരോ യാത്രയായിട്ട് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇതേപോലെ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. അതായത് ഒരു ചൊല്ലുണ്ട്, ചൈനയിലെ സാധനങ്ങൾക്കൊക്കെ 6 മാസത്തെ ഗ്യാരണ്ടിയും വാറണ്ടിയൊക്കെ ഉള്ളൂന്ന്. പക്ഷേ അവരുടെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 6 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വിശന്ന് തുടങ്ങും. കാരണം പെട്ടെന്ന് ദഹിക്കുന്ന ഒരു സെറ്റപ്പാണ്. പക്ഷെ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. ഇത് ഈ ഡൗൺ ടൗണിൽ തന്നെ ഏറ്റവും വലിയൊരു ഏഷ്യൻ ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ നാട്ടിൽ ഇതിന് എന്താ പറയുക, മുള്ളൻ ചക്ക എന്നോ അങ്ങനെ എന്തോ പറയുന്ന ഒരു സെറ്റപ്പല്ലേ ഇത്. എനിക്കിതിൻ്റെ പേര് കറക്റ്റാണല്ലോ. മുള്ളൻ ചക്ക എന്നാണ് നമ്മളവിടെ പറയുന്നതെന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് പേരറിയുന്നവർ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയ ഷോപ്പിങ്ങിന് കയറിയതാണ്. നമ്മൾ ഒരു ബൗള് നോക്കി അന്വേഷിച്ചെടുക്കുക. അത് കാരണം വീട്ടിലുണ്ടായിരുന്നു പറഞ്ഞാൽ ഞാൻ പൊട്ടിച്ച്. അപ്പോൾ
അത് നമ്മുടെ എന്താ പറയുക ഈ ചൈന ക്ലേ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു സൂപ്പ് ബൗളായിരുന്നു. അത് ഞാനൊന്നും പൊട്ടിച്ച്. അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് ഇവിടെ കിട്ടുമെന്ന് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ കയറുകയാണ്. കാരണം ഇവിടെ അങ്ങനത്തെ ഒത്തിരി സാധനങ്ങളുണ്ട്. നമ്മൾ ഊർജിതമായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബൗളാണ് നമ്മൾ മേടിച്ചത്. ഇതും പിന്നെ ഇതിൻ്റെ 2 ചെറുതും. ഇപ്പോഴാണ് ശ്വാസം വേറെ വീണത്. ഒരു ചൈന കോളനിയിൽ പെട്ടൊരു അനുഭവമായിരുന്നു അതിനകത്ത്. പക്ഷെ രസമായിരുന്നു. വളരെ ചെറിയൊരു ഷോപ്പാണ്. പക്ഷേ എന്താ പറയുക അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല ബിസിനസ് നടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ മേടിച്ച ബോക്സ് ഇതേ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് വണ്ടിയിൽ കൊണ്ടുവച്ചിട്ട് വേണം നടക്കാൻ. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് ഈ ഫിലദൽഫിയ ഡൗൺ ടൗണിലെ റെഡിങ് എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റാണ്. ഏറ്റവും വലിയൊരു മാർക്കറ്റാണ്. ഈ ടൗണിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ എന്താ പറയുക ഒന്നുമില്ല. ഇതിനകത്ത് തന്നെ റെസ്റ്റോറൻറ്റുകളുണ്ട്. പിന്നെ എന്താ പറയുക അപ്പനും അമ്മയും അല്ലാത്ത ബാക്കി എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്നൊന്ന് നടന്ന് നോക്കാം ഇതിലെ സെറ്റപ്പുകൾ എങ്ങനെയാണ്. കിടിലൻ മാർക്കറ്റ് അത്. ഒത്തിരി റീറ്റെയിൽ ഷോപ്പുകളുണ്ട് ഈ ഒരു സൈഡ് മുഴുവൻ. നമുക്ക് തന്നെ ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ബേക്കറി ഐറ്റംസ്, സ്നാക്സ് ബാറുകൾ, എന്തൊരു സെറ്റപ്പാട്ടോ അതിനകത്ത് പൊളിച്ച്. ഒരു രക്ഷയിലാണ്. കിടിലൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കിടിലൻ മാർക്കറ്റാണ്. ഒത്തിരി ഫുഡിൻ്റെ ഔട്ട്ലെറ്റുകളുണ്ട്. അതായത് മെയിനായിട്ട് ആൾക്കാർ വന്ന് ഹാങ് ഔട്ട് ചെയ്യുന്ന ഒരു പ്ലേസും കൂടിയാണ് ഈ ഒരു മാർക്കറ്റ്. അതിനകത്ത് നിന്നപ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. ഒരു ചൂടുണ്ടായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ ഒരു രക്ഷയില്ല. വീണ്ടും കട്ട തണുപ്പ്. ശരിക്ക് യൂഷ്വലി ഇന്ന് എന്താ പറയുക ശരിക്കൊരു ചീഞ്ഞ മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ ക്രൗഡ് കുറവ്. ഈ ഫിലദൽഫിയ എന്ന് പറയുന്ന ഈ ഒരു ഡൗൺ ടൗണിൽ ഇവിടുത്തെ ഡൗൺ ടൗൺ ഓവർ ക്രൗഡഡ് ആവുന്ന ഒരു പ്ലേസാണ് ഈ രാജ്യത്തെ. അല്ലെങ്കിൽ ഇവിടുത്തെ തന്നെ വൺ ഓഫ് ദ ബിസിയസ്റ്റ് ഒരു ടൗണാണ് ഈ ഫിലദൽഫിയ എന്ന് പറയുന്നത്. പക്ഷേ ഈ മഴയും തണുപ്പും കാരണം കുറച്ച് ജനത്തിരക്ക് കുറവുണ്ട്. അത് നമുക്കൊരു ഗുണമാണ്. വലിയ സീനില്ലാണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഡൗൺ ടൗണിലെ ഒരു സൈഡിൽ ശരിക്കും ഒരുപാട് വീടുകളില്ലാത്ത ആൾക്കാരുണ്ട്. അതൊക്കെ എന്താ പറയുക ശരിക്കും കുറേ പേര് അസുഖങ്ങളൊക്കെ വന്നൊരു വീട്ടുകാർ ഉപേക്ഷിച്ചവർ, പിന്നെ കുറേ പേര് ഈ മയക്കുമരുന്നൊക്കെ അടിച്ച് ബോധം നഷ്ടപ്പെട്ട് അങ്ങനെ എന്താ പറയുക കുറേ വീടും അങ്ങനെ ആളുകളൊന്നും ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാരുള്ളൊരു സ്ട്രീറ്റ് ഉണ്ട്. അതിലൊന്നും നടന്നു പോകുന്ന അത്ര ഒരു സുരക്ഷിതത്വമൊന്നും അല്ല. എന്താ പറയുക കിറങ്ങിയൊക്കെ ഇരിക്കുന്ന ഒരുപാട് ടീംസുകൾ അവിടെ ഉണ്ട്. ശരിക്കും വാമ്പിയർ സ്ട്രീറ്റ് എന്നാണ് അതിനെ പറയുന്നത് തന്നെ. നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്പോട്ട് ലവ് പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഈ ഡൗൺ ടൗണിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരു മനോഹരമായിട്ടുള്ളൊരു ഓപ്പൺ സ്പേസാണ്. ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്ത് വരുന്ന ആൾക്കാരെ ഈ നാട് സ്നേഹിക്കുമെന്നൊരു കൺസെപ്റ്റിലാണ് ഈ ഒരു ലവ് പാർക്ക് ഒരു രൂപകൽപ്പന. സോ ഇവിടെ വരുന്ന ആൾക്കാർ മുഴുവൻ ഇവിടെ വന്ന് പിക്ചർ എടുക്കാറുണ്ട്. അതേപോലെ നല്ല വ്യൂ ആണ്. നമുക്കൊരു സൈഡിൽ ഇവിടുത്തെ മ്യൂസിയത്തിൻ്റെ വ്യൂ കിട്ടും. അതേപോലെ നമ്മുടെ മറു സൈഡിലാണെങ്കിൽ സിറ്റി ഹാളിൻ്റെ മനോഹരമായൊരു വ്യൂ ഉണ്ട്.
പിന്നെ ഒത്തിരി എന്താ പറയുക നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകൾ, അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഓപ്പൺ സ്പേസിലാണ് ഈ ലവ് പാർക്ക് ഉള്ളത്. 1949 മുതൽ 1970 വരെ ഈ സിറ്റിയുടെ ടൗണിംഗ് പ്ലാനിംഗ് ഓഫീസറായിരുന്ന എഡ്മണ്ട് എൻ ബേക്കൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ശരിക്കും ഈ ഡൗൺ ടൗണിൻ്റെ എന്താ പറയുക ലാൻഡ്സ്കേപ്പിന് ഒരു മനോഹാരിത കൊണ്ടുവന്നത്. അദ്ദേഹം ഒരുപാട് സംഭാവനകളാണ് ഈ എന്താ പറയുക ഒരു പ്ലാനിംഗ് ഓഫീസറായിട്ട് ഈ ടൗണിൽ ചെയ്തിട്ടുള്ളത്. ഐസ് സ്കേറ്റിങ്ങിനുള്ള കിടിലൻ ഒരു സെറ്റപ്പാണ് ഇവിടെ. ഇത് ഈ സിറ്റി ഹാളിനോട് ചേർന്ന് തന്നെയാണ്. വളരെ മനോഹരമായൊരു കൊച്ചൊരു വിൻ്റർ ഗാർഡൻ ഉണ്ട്. അതായത് മഞ്ഞുകാലത്ത് സാധാരണ ഈ ഇവിടെയൊക്കെ മഞ്ഞുകാലത്ത് മരങ്ങളിലൊന്നും യാതൊരുവിധ ഇലകളും ഉണ്ടാവില്ല, മൊത്തം പൊഴിഞ്ഞ് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ മരങ്ങളൊക്കെ ഉണക്കം വരാൻ തോന്നും, അത്രയ്ക്കും ഒരു പ്രതീതിയാണ്. അപ്പം ഈ ചെറിയൊരു ഗാർഡനിനകത്ത് വിൻ്റർ ഗാർഡൻ എന്ന് പറയും. അതായത് ഈ തണുപ്പ് കാലത്തെയും അതിജീവിക്കുന്ന ഒത്തിരി ചെടികളുണ്ട്. അതായത് പൈൻ ചെടികൾ, അതേപോലെ മറ്റു ചില ചെടികളുണ്ട്. അതിൻ്റെ മാത്രമായിട്ടുള്ളൊരു സെറ്റപ്പ് ഗാർഡനാണ് ഇവിടെ. എത്ര തണുപ്പുണ്ടെങ്കിലും അതിനെ അതിജീവിക്കും ഈ ചെടികൾ. അതുകൊണ്ടാണ് ഇതിന് വിൻ്റർ ഗാർഡൻ എന്ന് പറയുന്നത്. നല്ല സെറ്റപ്പായിട്ടുള്ളൊരു ഗാർഡനാണ്. സമയം ഇപ്പോൾ ഉച്ച 2 മണിയായി. പക്ഷേ ഓൾറെഡി ഇരുട്ടായി. കാരണം ഇവിടെ വിൻ്റർ സമയത്ത് ഈ നാട്ടിൽ ഇങ്ങനെയാണ്. എന്താ പറയുക, ഒരു ഡിസംബർ തൊട്ട് മാർച്ച് വരെയൊക്കെ പകലും ഒരു ഇരുട്ടാണ്. അങ്ങനെ അധികം വെട്ടമൊന്നും കിട്ടാറില്ല. ശരിക്കൊരു എന്താ പറയുക ഇരുട്ടത്ത് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ. പക്ഷേ ഇവിടുത്തുകാർക്ക് അത് ശീലമായിപ്പോയി. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. അങ്ങനെ ഗംഭീരമായ ഒരു ദിവസമായിരുന്നു. മഴയുടെ ഒരു തടസ്സം ഉണ്ടായിരുന്നു, തണുപ്പിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്. സോ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ആസ് യൂഷ്വൽ ദ വണ്ടർലസ്റ്റ് കപ്പിളിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. പുതിയ യാത്രകളായി, പുതിയ കാഴ്ചകളായി, വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം ദി വണ്ടർലസ്റ്റ് കപ്പിൾ.